ലോകാത്ഭുതങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ നാം എല്ലാവർക്കും അറിയാം. എന്നാൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ എത്രയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ലോകത്തിന്റെ പല കോണിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ ശരിക്കും വിസ്മയിപ്പിക്കുന്ന ചില ദുരൂഹമായ സംഭവങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ കാണാം. ലേക്ക് കരാച്ചെ. സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടങ്ങളിൽ അവരുടെ കയ്യിൽ നിരവധി ആണവായുധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ ഭൂരിഭാഗവും ഒട്ടും തന്നെ സുരക്ഷിതമല്ലാത്ത രീതിയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. അത്തരത്തിൽ സോവിയറ്റ് യൂണിയന്റെ ആണവ മാലിന്യങ്ങളാൽ നിറഞ്ഞ് റഷ്യയിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന വളരെയധികം അപകടകാരിയായ തടാകമാണ് കരാച്ചെ. അതായത് ഈ തടാകത്തിനടുത്ത് ആണവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഒരു ഫാക്ടറി സ്ഥിതി ചെയ്തിരുന്നു. അവയിൽ നിന്നും പുറത്താകുന്ന മാലിന്യങ്ങളും തടാകത്തിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ 1957 ഈ ഫാക്ടറിയിലുണ്ടായ ഒരു അപകടത്തിൽ പുറത്തായ റേഡിയോ ആക്റ്റീവ് വസ്തുക്കളും വിഷവാതകങ്ങളും ഏകദേശം 23,000 കിലോമീറ്ററുകൾ വരെ പകർന്നതായി പറയപ്പെടുന്നു. അതായത് ഇത് ചെർണോബിൽ സ്ഫോടനത്തെക്കാൾ വളരെയധികം ഭീകരമായതാണ്. അങ്ങനെ ഈ സ്ഫോടനത്തിൽ പുറത്തായ മുഴുവൻ വിഷവസ്തുക്കളും ഈ തടാകത്തിൽ കലർന്നതുകൊണ്ട് മുഴുവനും ക്രൂരമായ വിഷമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തടാകത്തിന് അടുത്തേക്ക് ചെന്നാൽ പോലും മരണമുറപ്പാണ്. ഈ അപകടം നടന്ന് നിരവധി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ പ്രദേശത്തെ റേഡിയേഷൻ ഇനിയും കുറഞ്ഞിട്ടില്ല. ദ ഡബിൾ ട്രീ. ഇറ്റലിയുടെ പൈഡ്മോണ്ട് എന്ന സ്ഥലത്ത് ഒരു വിചിത്രമായ മരം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ മരം ഒറ്റനോട്ടത്തിൽ വളരെ സാധാരണമായി തന്നെ തോന്നുമെങ്കിലും ശരിക്കും അങ്ങനെയല്ല. കാരണം ഇവിടെ ഒരു മരത്തിന്റെ മുകളിൽ മറ്റൊരു മരം വളർന്നിരിക്കുകയാണ്. അതായത് ഒരു മൽബറി മരത്തിന്റെ മുകളിൽ മറ്റൊരു ചെറിയ മരം വളരെ നന്നായി തന്നെ വളർന്നിരിക്കുകയാണ്. സ്വയം രൂപീകരിക്കപ്പെട്ട ഈ മരങ്ങൾ ശരിക്കും അത്യപൂർവം തന്നെയാണ്. എപ്പിഹെറ്റിക് എന്ന ഇത്തരം ആകൃതിയിൽ വളരുന്ന മരങ്ങൾ നിരവധി ഉണ്ടെങ്കിലും സാധാരണഗതിയിൽ ഇത്തരത്തിൽ വളരുന്ന സസ്യങ്ങൾ ചെറിയ വലിപ്പത്തിലും വളരെ കുറച്ചു മാത്രമേ ആയുസ്സും ഉണ്ടാകൂ. കാരണം രണ്ട് സസ്യങ്ങളും വളരുവാനുള്ള മതിയായ പോഷണവും സ്ഥലവും ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ഈ മരം അങ്ങനെയല്ല. ഇവ രണ്ടും നല്ല വലിപ്പത്തിലും ആരോഗ്യപ്രദമായും തന്നെയാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിചിത്രമായ സംഭവത്തിന് ഒരു ശരിയായ വിശദീകരണം നൽകുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഫെയറി സർക്കിൾസ്. നമീബിയയിലെ മരുഭൂമി പ്രദേശത്ത് സ്ഥിതി ചെയ്തിരിക്കുന്ന ഒരു പാരിസ്ഥിതിക ദുരൂഹതയാണ് ഈ ഫെയറി സർക്കിൾ. അതായത് ഈ പ്രദേശത്ത് പുല്ലിൽ തീർത്ത നിരവധി വൃത്ത ആകൃതികൾ നിർദ്ദിഷ്ട വലിപ്പത്തിലും സമാന്തരത്തിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ആകൃതികളുടെ വ്യാസം 10 മുതൽ 65 അടി വരെ ഉണ്ട്. എന്നാൽ ഇവയെ മനുഷ്യർ തന്നെയാണോ രൂപീകരിച്ചത് എന്നതിനുള്ള ഒരു തെളിവുകളും ഇല്ല. അങ്ങനെ ഒരുപക്ഷെ ഇത് മനുഷ്യരാണ് രൂപീകരിച്ചതെങ്കിൽ എന്തിനു വേണ്ടിയാണ് എന്നതും ഇപ്പോഴും ദുരൂഹത തന്നെയാണ്. ഒരുപക്ഷെ ഇവ സ്വയം രൂപീകരിച്ചതാണെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാം വൃത്താകൃതിയിൽ സ്ഥിതി ചെയ്യുന്നത്? അങ്ങനെ 2013 ഇവയെക്കുറിച്ച് ഗവേഷണം നടത്തിയ നോർബർട്ട് ജെർഗൻസ് ആ ഭാഗത്തെ മണൽ ചിതലുകളാണ് ഇത്തരം ആകൃതികളെ രൂപീകരിക്കുന്നത് എന്ന വിശദീകരണം നൽകിയിരുന്നു. എന്നാൽ 2015 വാൾട്ടർ ആർ എന്ന ജീവശാസ്ത്രജ്ഞൻ ചിതലുകൾ ഇത്തരം ആകൃതിയെ രൂപീകരിക്കില്ല എന്നും പറഞ്ഞിരുന്നു. എന്തുതന്നെയായാലും ഈ ദുരൂഹതയ്ക്ക് പിന്നിലെ സത്യത്തെ കണ്ടെത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാറ്ററ്റുംബോ ലൈറ്റ്നിങ്. പടിഞ്ഞാറൻ വെനിസുലയിലെ കാറ്ററ്റുംബോ എന്ന നദി സ്ഥിതി ചെയ്തിരിക്കുന്ന പ്രദേശത്ത് പല മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഇടിയും മിന്നലും രൂപീകരിക്കുന്നുണ്ട്. അതായത് എല്ലാ ദിവസവും രാത്രി 7:30 ആരംഭമാകുന്ന മിന്നലുകൾ തുടർച്ചയായി 10 മണിക്കൂറോളം വരെ രൂപീകരിച്ചുകൊണ്ടിരിക്കും. ഓരോ വർഷവും ഏകദേശം 260 രാത്രികൾ ഈ വിചിത്രമായ സംഭവം ആ ഭാഗത്ത് മാത്രം സംഭവിക്കുന്നുണ്ട്. എന്നാൽ ആർക്കും തന്നെ അറിയില്ല എന്തുകൊണ്ടാണ് ഈ ഭാഗത്ത് മാത്രം എല്ലാ ദിവസവും തുടർച്ചയായി മിന്നലുകൾ രൂപീകരിക്കുന്നത് എന്നത്. ഈ ദുരൂഹമായ സംഭവത്തെക്കുറിച്ച് ഒരു വിഭാഗം ഗവേഷകർ പറയുന്നത് അടുത്തുള്ള എണ്ണ നിക്ഷേപത്തിൽ നിന്നും പുറത്താകുന്ന മീഥേൻ വാതകം കാറ്ററ്റുംബോ നദിയുടെ തണുപ്പുമായി ഒന്നുചേർന്ന് ആൻഡസ് പർവ്വതങ്ങൾക്കിടയിലൂടെ വരുന്ന ചൂടുകാറ്റുമായി ഉണ്ടാകുന്ന രാസമാറ്റം കാരണമാണ് ഇത്തരത്തിൽ മിന്നലുകൾ തുടർച്ചയായി രൂപീകരിക്കാൻ കാരണം എന്നാണ്. എന്നാൽ 2010 ഒരിക്കൽ നിന്നുപോയ ഈ മിന്നലുകൾ ഒടുവിൽ 6 ആഴ്ചകൾക്ക് ശേഷമാണ് വീണ്ടും രൂപീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്നും തെളിയിക്കപ്പെടാത്ത ഒരു ദുരൂഹമായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഷാനെ ടിംബിസ്ക. ആമസോൺ വനത്തിന്റെ ഉൾഭാഗത്ത് സ്ഥിതി ചെയ്തിരിക്കുന്ന 4 മൈൽ നീളമുള്ള ഒരു തിളയ്ക്കുന്ന നദിയാണ് ബോയിലിംഗ് റിവർ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഷാനെ ടിംബിസ്ക. ഈ നദിയിൽ ഇറങ്ങുവാൻ ശ്രമിക്കുന്ന ഏതൊരു ജീവജാലങ്ങൾക്കും മരണമുറപ്പാണ്. അതായത് ഈ നദിയുടെ താപനില 91 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ സാധാരണഗതിയിൽ ഇത്തരത്തിൽ നദിയോ തടാകമോ കടലുകളോ തിളയ്ക്കുവാൻ അടുത്തുള്ള അഗ്നിപർവ്വതങ്ങൾ തന്നെയാണ് കാരണമാകുന്നത്. എന്നാൽ ഈ നദിക്ക് ചുറ്റും 700 കിലോമീറ്ററുകൾ വരെ ഒരു അഗ്നിപർവ്വതവും സ്ഥിതി ചെയ്യുന്നില്ല എന്നതാണ് ഗവേഷകരെ കൂടുതൽ കുഴപ്പത്തിലാക്കിയത്. ഈ ന്യൂസ് നിങ്ങളെവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.